ഇടുക്കി MLAയും നിലവിൽ പിണറായി മന്ത്രിസഭയിൽ ജലവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ കോൺഗ്രസിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള ബാന്ധവം എല്ലാ രീതിയിലും ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് തന്നെ ചേക്കേറാനുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണയായി ഡീൻ കുര്യാക്കോസ് മികച്ച വിജയമാണ് നേടിയെടുത്തത്. 2019 1,70,000 വോട്ടുകൾക്ക് വിജയിച്ചു. 2024 അദ്ദേഹം 1,40,000 വോട്ടുകൾക്ക് മണ്ഡലം നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ തവണ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭൂരിപക്ഷം 15,000-ൽ നിന്ന് നേരെ 5,000-ലേക്ക് താഴ്ന്നത് എന്ന് ഉറപ്പാണ്. വലതുപക്ഷത്തായിരുന്നപ്പോൾ, അതായത് കോൺഗ്രസിനോടൊപ്പം UDF-നോടൊപ്പം ആയിരുന്നപ്പോഴാണ് ഇടുക്കിയിൽ തനിക്ക് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ലഭിച്ചത്. മുന്നണി മാറ്റം വലിയ രീതിയിൽ ഇനിയും പ്രശ്നമുണ്ടാകും. ഇടുക്കിയിൽ ഇനി റോഷി ജയിക്കില്ല, ഇടതുപക്ഷ സഹയാത്രികനായി തുടരുകയാണെങ്കിൽ എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. കേരള കോൺഗ്രസ് എമ്മിന് UDF-ലേക്ക് പോകണമെന്നുണ്ട്. എന്നാൽ UDF-കാർക്ക് അവരെ ആരെയും വേണ്ട, പ്രത്യേകിച്ചും ജോസ് കെ മാണിയെ. അത്രയേറെ UDF-നെ ദ്രോഹിക്കാൻ കൂട്ടുനിന്ന ആളാണ് ജോസ് കെ മാണി. ജോസ് കെ മാണിയുടെ പിതാവായ അന്തരിച്ച കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വലിയ നേതാവ് തന്നെയായിരുന്ന KM മാണി, അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നെഞ്ചു കൊടുത്താണ് UDF അന്ന് ബജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ LDF-ൻ്റെ കയ്യാങ്കളിക്കിടയിലും അദ്ദേഹത്തിനെ സംരക്ഷിച്ചത്. ആ നന്ദി പോലും കാണിക്കാത്ത ജോസ് കെ മാണിയെയും കൂട്ടരെയും 7 ഇലത്തടിപ്പിക്കരുത് എന്നാണ് UDF കൃത്യമായി പറയുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും ആ കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാർ തന്നെയാണ്. ജോസഫ് ഗ്രൂപ്പും കർശനമായി പറയുന്നു, ജോസ് കെ മാണി പുകഞ്ഞ പുള്ളിയാണ്, ഒരു കാലത്തും നമ്പാൻ കൊള്ളില്ല. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിയുമായി സഹകരിക്കേണ്ട എന്ന് UDF ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തതും AICC ആ തീരുമാനത്തെ പരിപൂർണമായി അംഗീകരിച്ചതും. എന്നാൽ റോഷിക്ക് കൃത്യമായി അറിയാം, കേരള കോൺഗ്രസ് എമ്മുമായി സഹകരിച്ചാൽ ഭാവിയില്ല. ഇടുക്കി MLA അല്ലാതെ തനിക്കിനി എന്ത് ഭാവിയാണുള്ളത്? ഇടുക്കി MLA ആയി തുടരണമെങ്കിൽ UDF-മായി സഹകരിച്ചേ മതിയാവുകയുള്ളൂ. നമുക്കറിയാം, മാണി C കാപ്പന് LDF സീറ്റ് നിഷേധിച്ചപ്പോൾ NCP-യിൽ നിന്നും വിട്ടുവന്ന് സ്വതന്ത്രമായി ഒരു പാർട്ടി ഉണ്ടാക്കി UDF-മായി ചേർന്ന് മത്സരിച്ചു. പാലായിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് മാണി C കാപ്പൻ വിജയിച്ചത്. അതുപോലെ ജോസ് കെ മാണിയുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് LDF-വുമായുള്ള സകല ബാന്ധവും ഉപേക്ഷിച്ചാൽ റോഷിക്ക് ഇനിയും ഭാവിയുണ്ട് എന്ന് തന്നെയാണ് ഇടുക്കിയിൽ കൃത്യമായി ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോഷി കോൺഗ്രസിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നത്. ഇടുക്കിയിൽ കോൺഗ്രസ് നേതാക്കളെ കണ്ട് റോഷി കൃത്യമായും കാര്യങ്ങൾ നീക്കുകയാണ്. മന്ത്രിസ്ഥാനം ഇനി 1 കൊല്ലം ബാക്കി നിൽക്കെ തന്നെ രാജിവെക്കാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ് അദ്ദേഹം. കാരണം തനിക്ക് MLA-യേക്കാൾ വലുതല്ല മന്ത്രിസ്ഥാനമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു.